ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് കാർഗിലിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഹണ്ടർമൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അവസാനത്തെ ഗ്രാമമാണ് ഹണ്ടർമൻ. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. ഈ വ്യൂ പോയിൻ്റിൽ ബൈനോക്കുലറിലൂടെ നോക്കിയാൽ പാകിസ്ഥാനിലെ ഗ്രാമങ്ങളും പാകിസ്ഥാനിൻ്റെ ആർമിയുടെ പോസ്റ്റുകളും അവിടെയുള്ള കളിസ്ഥലങ്ങളും മറ്റെല്ലാം കാണാവുന്ന രീതിയിലുള്ള ബൈനോക്കുലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ബൈനോക്കുലറോടെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. പട്ടാളം നിൽക്കുന്നത് കാണാം, അതോടൊപ്പം കുട്ടികൾ പാകിസ്ഥാൻ്റെ ആർമി പോസ്റ്റുകൾ കാണാം. ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തേക്ക് കാണാൻ നമുക്ക് ആ ബൈനോക്കുലറിലൂടെ സാധിക്കുമെങ്കിലും അതൊന്നും വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ല. ഇതാണ് കാർഗിൽ മലനിരകൾ. ഇവിടെയാണ് 1999 കാർഗിൽ യുദ്ധം നടന്ന പ്രധാന പ്രദേശം. ഈ ഹണ്ടർമൻ എന്ന് പറഞ്ഞ ഗ്രാമം വരെ പാകിസ്ഥാൻ അധിനിവേശ മേഖലയിലായിരുന്നു. 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ഈ ഗ്രാമം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. 577 പേർ മരിച്ച ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ ഏറ്റവും വലിയ ഒരു യുദ്ധമാണ് കാർഗിൽ യുദ്ധം. കാശ്മീരിനെ അപേക്ഷിച്ച് ലഡാക്ക് മേഖലയിലേക്ക് എത്തുമ്പോൾ രാവിലെ ഉയർന്ന ചൂടും രാത്രി നല്ല തണുപ്പുമുള്ള ഒരു മേഖലയാണ് കാർഗിൽ അടങ്ങുന്ന ഈ മേഖല. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഹണ്ടർമൻ ഹെറിറ്റേജ് മ്യൂസിയം. ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ള വീടുകളാണ്. ഒരു 100 വർഷം മുമ്പ് വരെ മനുഷ്യർ എങ്ങനെയായിരുന്നു ഈ ചെങ്കുത്തായ മലനിരകൾ തുരന്ന് ജീവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഈ കാണുന്നത്. എൻ്റെ സുഹൃത്ത് സമീർ വളരെ മുന്നേ നടന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ആ കാലഘട്ടത്തിലെ ഒരു പള്ളി. വളരെ കല്ലുകളെ കൊണ്ട് നിർമ്മിച്ച വളരെ സൗകര്യം കുറഞ്ഞ ഒരു പള്ളിയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അത്രയേറെ ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു മേഖലയാണ് ഇതൊക്കെ. ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം കാണണം എന്ന് എന്നെ നിർബന്ധിച്ച് ഹോട്ടലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ് സമീർ അഹമ്മദ്. ഈ സമീർ അഹമ്മദും ഒരു ഹിന്ദി അധ്യാപകനാണ്. ഇതാണ് അവരുടെ വാസസ്ഥലം. ഇത്തരം വീടുകളിലാണ് ഒരു 100 വർഷം മുന്നേ മനുഷ്യർ ഈ മേഖലയിൽ വസിച്ചിരുന്നത്. अपर साइड इज टॉयलेट, ऊपर टॉयलेट जाते सारा जो वेस्टेज है यहाँ आते हैं. फिर यहाँ पे 1 ईयर के लिए बन ही रहते हैं. फिर यहाँ पे मैन्योर बन जाते हैं, वो सब खेतों में जाते हैं. यहाँ से अस्तबल में भेड़ बकरी जहाँ रखते हैं वो गाय हो गया, भेड़ बकरी हमने. ഈ വീടുകളുടെ എല്ലാം മറ്റൊരു പ്രത്യേകതയായി സമീർ അഹമ്മദ് പറഞ്ഞത് ഈ വീടുകളെല്ലാം ഉള്ളിലൂടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഇരുട്ടായതുകൊണ്ട് ഉള്ളിൽ കയറി പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. സമീർ, tell me. This one is the apricot flower and June July make fruit of apricot. ഈ പ്രദേശത്തിന് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ആപ്രിക്കോട്ടാണ്. മുമ്പ് പറയുന്നത് ഈ പ്രദേശത്തെ ആപ്രിക്കോട്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആപ്രിക്കോട്ടുകൾ എന്നാണ്. ഇത്തരം കഴുതകളെ ഉപയോഗിച്ചാണ് ചെങ്കുത്തായ മലമുകളിൽ ജോലി ചെയ്യുന്ന സൈനിക പോസ്റ്റുകളിലൊക്കെ ആവശ്യമായ വസ്തുക്കളും വെള്ളവുമെല്ലാം എത്തിക്കുന്നത്. വീഡിയോയിൽ കാണുന്നതാണ് സുരു നദി. ഈ സുരു നദിക്കരയിലാണ് കാർഗിൽ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിൽ ഒന്നുകൂടിയാണ് സുരു നദി. സാധ്യമായ പ്രദേശത്തെല്ലാം ഗോതമ്പും ആപ്രിക്കോട്ടും കൃഷി ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാശ്മീരിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രത്യേകത മനുഷ്യവംശത്തിൻ്റെ മാറ്റമാണ്. ഒരു മംഗളോയിഡ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയാണ് നമ്മൾക്ക് ലഡാക്ക് മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. ചെറിയ പ്രദേശങ്ങളിൽ തന്നെ വളരെയേറെ വൈവിധ്യങ്ങളുള്ള ഈ ഒരു രാജ്യത്തെയാണ് ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു ഭക്ഷണം എന്നെല്ലാം പറഞ്ഞ് ഈ വൈവിധ്യങ്ങളെല്ലാം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നത്.